ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എന്തായാലും കാശി വിടാനായിട്ട് ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. രാത്രിയാണെങ്കിൽ ഞാൻ ഇച്ചിരി നേരത്തെ കിടന്നു. ഇന്നലെ ശ്രീമോൻ നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ കൊണ്ട് കിടത്താനായിട്ട് പോയിട്ട് ഞാനും കിടന്നങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പനിയുടെ ഇതുകൊണ്ടായിരിക്കും, നല്ല ശരീരവേദനയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് അവനിപ്പോൾ ദോശ ചമ്മന്തിക്കറി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേന്ന്. അങ്ങനെ ഏട്ടൻ ദോശമാവൊക്കെ വാങ്ങിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ മാവൊക്കെ എടുത്ത് വെളി വെച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ വെള്ളം അങ്ങ് ചൂടാക്കാനായിട്ട് വെച്ചതാണ്. ഇപ്പോൾ എല്ലാവർക്കും പനി ആയതുകൊണ്ട് ഇത്രയും വെള്ളം നമുക്ക് വേണം കേട്ടോ, ഒരു ദിവസത്തേക്ക് കുടിക്കാനായിട്ട്. എല്ലാവർക്കും ചൂടുവെള്ളം തന്നെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം മാത്രമേ ഞാൻ കുടിക്കത്തുള്ളായിരുന്നു. ഇപ്പം പഠിച്ചു, അതുകൊണ്ട് ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. ഈ പനി മാറിക്കഴിയുമ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചിലപ്പം പച്ചവെള്ളം തണുത്ത വെള്ളമൊക്കെ എടുത്ത് കുടിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ചമ്മന്തിക്കറിക്കുള്ള തേങ്ങ പൊട്ടിക്കുവാണേ. അപ്പം ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കരുതി അകത്ത് വെച്ചങ്ങ് തേങ്ങ തരുമ്പോൾ ഒന്നാമത് എൻ്റെ കണ്ടീഷൻ ഇച്ചിരി മോശമാണ്. അതിൻ്റെ കൂടി ഇനി ഞാൻ വെളിയിലിരുന്ന് മഴയും കൂടെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തീരെ പൊങ്ങാതിരിക്കേണ്ടി വരും. പിന്നെ ആണെങ്കിൽ ഇവനെ വിടേണ്ടതുകൊണ്ട് നമ്മൾ എഴുന്നേക്കാതിരുന്നാലും ശരിയാവത്തില്ല. നമുക്കിപ്പോൾ രാവിലെ ഒരു കാപ്പി എന്തെങ്കിലും കടയിൽ നിന്ന് വാങ്ങിച്ച് കൊടുത്തു വിടാമെന്ന് കരുതിയാൽ തന്നെയും പിന്നെ നമുക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ വേണം. അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി കുഴപ്പമില്ല. അങ്ങ് എഴുന്നേറ്റ് അവൻ ഇച്ചിരി ദോശ ചമ്മന്തിയും മതിയല്ലോ. പിന്നെ ആണെങ്കിൽ ചോറ് തിളപ്പിച്ച് ഊറ്റണം നമുക്ക്. പിന്നെ ആണെങ്കിൽ കുറച്ച് എന്തെങ്കിലും കറി വെക്കണം. മീൻ വേണമെന്നേ ഇല്ല, പിന്നെ ഏട്ടനുള്ളത് കൊണ്ട് ഏട്ടന് മീൻ വാങ്ങിക്കണം. അപ്പം രാവിലത്തേക്കുള്ള നമുക്ക് ദോശ ചമ്മന്തിക്കറി ആക്കി. എനിക്ക് ചപ്പാത്തി ഫ്രിഡ്ജിലിട്ടിട്ടുണ്ട്, അതും അങ്ങ് ചൂടാക്കാമെന്നൊക്കെ വിചാരിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ തേങ്ങയൊക്കെ വേഗം തന്നെ തിരുമ്മിക്കഴിഞ്ഞു. അരമുറി തേങ്ങയെ ഞാൻ തിരുമ്മിയുള്ളൂ, ബാക്കി ഞാൻ തിരുമ്മിയില്ല കേട്ടോ. അല്ലെങ്കിൽ തുടങ്ങി ഞാൻ എല്ലാം തിരുമ്മി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. ഇതിപ്പോൾ വയ്യാത്തതുകൊണ്ട് കുറച്ച് മാത്രമേ തിരുമ്മിയുള്ളേ. ഇനിയിപ്പോൾ അത് നമുക്ക് കൊച്ചുള്ളിയൊക്കെ എടുത്ത് ചമ്മന്തിക്കറിക്കുള്ളതെല്ലാം റെഡിയാക്കണം കേട്ടോ. അപ്പം തലേന്ന് നേരത്തെ കിടന്നുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ അടുക്കള കിടക്കുന്നത്. അപ്പോൾ പാത്രങ്ങൾ കഴുകിയതൊന്നും എടുത്ത് എടുക്കുകയോ ഒന്നും ചെയ്തില്ല. ഒതുക്കിയതേ ഇല്ലായിരുന്നു അടുക്കള, എല്ലാം മോശമായിട്ട് തന്നെ കിടക്കുമായിരുന്നു. അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട, അമ്മച്ചി പോയി കിടന്നോ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ കയറി വന്നത്. ഞാനാണെങ്കിൽ പാത്രം കഴുകാതെ ഒരു ദിവസം ഇട്ടാൽ പോലും രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് അമ്മച്ചി ഇത് കഴുകി വെച്ചേക്കുവേ. അമ്മച്ചിക്ക് ഉറക്കമില്ലാത്ത രാത്രികളുണ്ട്. ആ സമയത്തൊക്കെ എഴുന്നേറ്റ് അമ്മച്ചിയുടെ ജോലി ഇതൊക്കെയാണ്. എന്തെങ്കിലും പണി കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു വെക്കും. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി അച്ഛനും മോനും കഴിച്ചതിൻ്റെ പ്ലേറ്റാണ് സിങ്കിലിട്ടേക്കുന്നത്. അതിന് മുമ്പ് ഞാൻ പോയി കിടന്നല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. അങ്ങനെ നമ്മൾ ചമ്മന്തിക്കറിക്ക് ഞാനാണെങ്കിൽ മിക്സിയുടെ ജാറ് നോക്കുമായിരുന്നു. ആദ്യം കണ്ടില്ല, അങ്ങ് ബാക്കിലോട്ട് നീങ്ങിയിരുന്നതുകൊണ്ട്. പിന്നെ ഞാനത് ചമ്മന്തിയൊക്കെ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കടുകൊക്കെ പൊട്ടിച്ച് നമുക്ക് ചമ്മന്തിക്കറി ആക്കി എടുക്കണം. ഇവിടെ ദോശയെക്കാട്ടി കൂടുതൽ ചമ്മന്തിക്കറി വേണം അച്ഛനും മോനും, അതാണേ കണക്ക്. അപ്പോൾ കാശിക്കാണെങ്കിൽ ഒരു 2 ദോശ അല്ലെങ്കിൽ 3 ദോശ വെച്ചാൽ തന്നെയും ഒരു 1/2 ലിറ്റർ ചമ്മന്തിക്കറി തന്നു വേണമെന്നൊക്കെയാണ് പറയുന്നത്. അതിൽ മുങ്ങിക്കിടക്കണം, ആ രീതിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നതല്ല കഴിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മളാണെങ്കിൽ ചമ്മന്തിക്കറി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഫുഡ് ബ്ലോഗൊക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ, ഫുഡ് ചലഞ്ച്. അപ്പം ആ വീഡിയോയിൽ ഒത്തിരി നാളും കൊണ്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഏട്ടൻ നമുക്കൊരു ചലഞ്ച് ചെയ്യണം. അപ്പോൾ ഏട്ടൻ ഇതൊന്നും അധികം കണ്ടിട്ടില്ല. ഞാൻ റീലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഓഫീസിലെ തിരക്ക് കാരണം ഇതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്തോ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാനാണെങ്കിൽ ഏട്ടനെ കാണിച്ചു കൊടുത്തു. ഏട്ടാ ഇതാ സംഭവം, നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടൊക്കെയാണ് ചെയ്തത്. അപ്പോൾ കാശിക്കാണെന്നുണ്ടെങ്കിൽ അത് കിട്ടാത്തതിൻ്റെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. പിന്നെ അവന് ട്രിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ കടിച്ച് എടുക്കുമെങ്കിലും അവൻ കഴിക്കത്തില്ലായിരുന്നു കേട്ടോ. വായിലങ്ങ് കുത്തി കയറ്റി എടുത്ത് ലാസ്റ്റ് തുപ്പിക്കളയുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ഈ വീഡിയോ നമ്മൾ കുറേ എടുത്തതായിരുന്നേ. അപ്പം നമുക്ക് 3 മിനിറ്റ് കൂടുതൽ ഷോർട്സ് വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് അത് ഞാൻ അവിടെ വെച്ച് നിർത്തിയത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ലോങ് വീഡിയോ തന്നെ ആക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഒരിതുണ്ടല്ലോ, ഷോർട്ട് വീഡിയോ എടുക്കുന്ന പോലെയാണ് എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ 3 മിനിറ്റിൽ അങ്ങ് അത് ഒതുക്കിയത് കേട്ടോ. അപ്പം ആ വീഡിയോസൊക്കെ അങ്ങനെ നല്ല രീതിയിലൊക്കെ പോയി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ. നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാൻ. ഞാൻ ചമ്മന്തിക്കറി ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്, പിന്നെ ദോശ ഇടുവാണേ. അപ്പോൾ അപ്പോഴത്തേക്ക് അച്ഛനും മക്കളൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ചായ ഇടാനായിട്ടും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അമ്മച്ചിക്കുള്ള കോഫി അമ്മച്ചി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് വെക്കാവുന്നതായിരുന്നു. അമ്മച്ചി എഴുന്നേറ്റ് വന്നിട്ടില്ല കേട്ടോ. അമ്മച്ചിക്കും പനിയും ചുമയൊക്കെ തന്നെയാണ്. അപ്പോൾ ഏട്ടൻ്റെ ചായ ഞാൻ കൊടുത്തു. പിള്ളേർക്കുള്ള ബൂസ്റ്റ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഥ തുറക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പൂച്ചക്കുട്ടി അവിടെ ഉണ്ട് കേട്ടോ. ആ പൂച്ചക്കുട്ടിയാണ് പോയിരുന്ന് കാര്യം പറയുന്നത്. അപ്പം ഞാനാണെങ്കിലും കഥ തുറക്കുമ്പോൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അവിടെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുവേ.
അങ്ങനെ കാശിക്കുള്ള ഹോർലിക്സാണ് ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ട് ശ്രീമോനുള്ളത് എടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ബിസ്ക്കറ്റും പാലും ഒക്കെ ആയിട്ട് കഴിക്കുവേ. അപ്പോൾ അവർക്കതുള്ളത് കൊണ്ട് കൊടുത്തിട്ട് ഞാനാണെങ്കിൽ കാശിക്ക് കൊണ്ടുപോകാനുള്ള ദോശ എടുത്ത് വെക്കുവാണ്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ, കാസ്ട്രോളിൽ കൂടെ വെച്ചത് കൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം വന്ന് നിന്നുകൊണ്ട് ഈ പറയുന്നത് തന്നെ ചമ്മന്തിക്കറിയുടെ കാര്യമാണ്. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, അത്രയും ഒരു 3 ദോശ കഴിക്കാനുള്ള ചമ്മന്തിക്കറി അതുകൊണ്ട് അത് മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനാണെങ്കിൽ അവൻ്റെ ലഞ്ച് ബാഗിലൊക്കെ എടുത്ത് വെച്ചിട്ട് ടൈം ടേബിൾ നോക്കാനായിട്ട് വന്നതാണ്. തലേന്ന് ടൈം ടേബിൾ നോക്കി വെച്ചതാണ്, പക്ഷേ അവൻ തന്നെ നോക്കി വെച്ചതുകൊണ്ട് എനിക്കൊരു സംശയം എല്ലാമൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഞാനവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അത് തന്നെയാണ്. അവൻ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു ടൈം ടേബിൾ നോക്കി വെച്ചതല്ലേ, ഞാൻ നോക്കട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തരാം അതിനുള്ളതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം കുറവുണ്ടായിരുന്നു ടെസ്റ്റ് നോട്ടും ഒക്കെ. അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും ഒന്നും കൂടെ നോക്കി ടൈം ടേബിളെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ശ്രീമോൻ അതിലും വലിയ കുരുത്തക്കേട്. ഞാൻ കാശിയുടെ വഴക്ക് പറഞ്ഞതിന് അവൻ എൻ്റെ അടുത്ത് ഓരോന്ന് കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് കാശി കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി കാശിയെ റെഡി ആക്കണേ. അപ്പോൾ ജെട്ടിയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നതിൻ്റെയാണ് വലിയ ഷോയിൽ നിൽക്കുന്നത്. അതില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വേഗം അവനാണെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവൻ TV ഇട്ടുകൊണ്ട് ഗ്രാനി കാണാനെ കൊണ്ട് ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇത് പറ്റത്തില്ല, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ആ ശ്രീമോനെ കാണിക്കാനാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് TV രാവിലെ ഇട്ടത്. എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് മറന്നു പോകും ഇങ്ങനെ TV കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ പൗഡറും ഒക്കെ ഇട്ട് കൊടുത്ത് മുടിയൊക്കെ ചീകി അത്രയൊക്കെ തേച്ച് എൻ്റെ സുന്ദരനെ ഒരുക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ശ്രീമോനാണെങ്കിൽ ഇതൊന്നും സഹിക്കത്തില്ല, അവനെ ഞാൻ എടുക്കുന്നതൊന്നും. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അവനെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ബുക്ക് എടുത്ത് വെച്ചിട്ട് ഇതൊരു ടെസ്റ്റ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളതൊന്ന് എഴുതി കാണിക്കാൻ പറഞ്ഞു. അപ്പം കാശിക്ക് ചെയ്ത പോലെയല്ല ശ്രീമോനും ചെയ്യണം. അതിന് ശ്രീമോൻ നിന്ന് കൊടുത്തരുവാണ് കേട്ടോ എനിക്ക്. അങ്ങനെ ഞാനാണെങ്കിൽ ശ്രീമോൻ ഇതെല്ലാം തേച്ചെല്ലാം കൊടുത്തതിന് ശേഷം കുറച്ച് സമയം അവിടെ ഇരുത്തി കാശിയെ എഴുതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു 10 മിനിറ്റും കൂടെ സമയമുണ്ട്. അപ്പം ഞാൻ കരുതി ആ സമയം കൊണ്ട് മുടിക്ക് അങ്ങ് എണ്ണ തേച്ച് കെട്ടി വെക്കാം. എന്നിട്ട് ഇപ്പം പോയി കഴിഞ്ഞതിന് ശേഷം കുളിക്കാമെന്ന് കരുതി. കുറച്ച് ജോലിയും കൂടെ ഒക്കെ എനിക്കുള്ളൂ, അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് കുളിക്കാമെന്ന് കരുതി. അപ്പോൾ ഇവർ എഴുന്നേറ്റ് വന്നതിന് ശേഷം ഞാൻ മെഴുക്കുവരട്ടിയും ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. വേഗം എല്ലാ ജോലികളും അങ്ങ് ഒതുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. കുളിച്ചിട്ട് അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ പിന്നെ മുടിയിൽ എണ്ണ തേക്കുവാണെങ്കിൽ അത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. ഒരു അരമണിക്കൂർ വേണം ഈ മുടിയിൽ എണ്ണ തേക്കാൻ. പിന്നെ ഇപ്പോൾ പോകേണ്ട ധൃതി കൊണ്ട് ഞാനാണെങ്കിൽ വേഗം തന്നെ മുടിയിൽ എണ്ണ തേച്ച് ഒതുക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പം മുടി ഷാമ്പു ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത്രയും പറന്ന് കിടന്നത് മുടി. അങ്ങനെ മുടിയൊക്കെ തേച്ച് ഇനി അതെല്ലാം കെട്ടി വെക്കണം. എല്ലാ ദിവസവും ഞാൻ എണ്ണ തേക്കത്തതുമില്ല, തലമുടി നനയ്ക്കത്തതുമില്ല. ചില ദിവസങ്ങളിൽ മാത്രമേ തലമുടി നനയ്ക്കാറുള്ളൂ. പകലൊന്നും സത്യം പറഞ്ഞാൽ തല നനയ്ക്കാൻ പറ്റത്തില്ല. വൈകിട്ടൊക്കെ ആയിരിക്കും കുളിക്കുന്നത്. അപ്പം മുടി നനച്ച് കഴിഞ്ഞാൽ ഉണങ്ങത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ മുടിയൊക്കെ വാരി കെട്ടി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് കാശിയുടെ വണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ കാശി ഇരുന്ന് പഠിച്ചു കേട്ടോ. പഠിക്കുകയോ എഴുതി കാണിക്കുകയൊക്കെ ചെയ്തു. ബാക്കി ഞാൻ സ്കൂളിൽ ചെന്നിരുന്ന് എഴുതിക്കോളാം അമ്മ, ഞാൻ എഴുതി പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോഴത്തേക്ക് കാശിയുടെ വണ്ടി വന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ അവരെ കൊണ്ടുവിടാനായിട്ട് പോവാണ്. ഈ സമയം ശ്രീമോനെ കാണാത്തത്. ശ്രീമോനും പപ്പയും കൂടെ കുളിക്കാൻ കയറിയേക്കുവാണ് കേട്ടോ, അതുകൊണ്ടാണ് കാണാത്തത്. അങ്ങനെ ഞാൻ കാശിയുടെ വണ്ടി വന്ന് കാശിയെ കയറ്റി വിട്ടു. ഒരു സങ്കടമൊക്കെ ഉണ്ട്, രാവിലെ ഞാൻ വഴക്കൊക്കെ പറഞ്ഞ് ഇപ്പോൾ പഠിക്കാനൊക്കെ ഇരുത്തിയതിൻ്റെ. പക്ഷേ ഞാൻ ഫുൾ മാർക്ക് വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ട്യൂഷനും അവനില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവൻ അവിടെ ഇരുന്ന് പഠിക്കുന്നില്ലല്ലോ. ഇവിടെ ഇരുത്തി പഠിപ്പിക്കാനും സമ്മതിക്കത്തില്ല. ശ്രീമോൻ ഭയങ്കര ബഹളവും കുരുത്തക്കേടും ആയതുകൊണ്ട്. അപ്പോൾ അവൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനും ശ്രീമോനും കൂടെ മുകളിലോട്ട് കയറിപ്പോയി. രാവിലെ എഴുന്നേറ്റപ്പോഴേ ഞാൻ തുണി കഴുകാനുള്ള തുണി ഇട്ടിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ. അങ്ങനെ ഞാൻ തുണി വിരിക്കാൻ വേണ്ടി പറക്കിക്കൊണ്ടിരിക്കണം. ഏട്ടൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് വിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓടി കയറി വന്നത്. അപ്പം ഞാൻ അവിടെ ഫോൺ വെച്ചേക്കുന്ന കണ്ടിട്ടാണ് ശ്രീമോൻ ഓടി വന്നത്. എന്നിട്ട് ഇരുന്നിരുന്ന് കാണിക്കുന്നതൊക്കെ ഉണ്ടോ, ശരിക്കല്ലായിരുന്നു ഫോണിരുന്ന് അവൻ ശരിക്കൊക്കെ വെച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നാണ് കണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മേളിൽ പോയി. ഏട്ടനെയും കൊണ്ട് കയറിപ്പോയത് ശ്രീമോനെ നോക്കണമല്ലോ, അവൻ ഓടി അങ്ങോട്ടൊക്കെ പോകുന്നത് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ പോയി മേളിൽ പോയി തുണിയെല്ലാം വിരിച്ച് യൂണിഫോമൊക്കെ ഉണ്ട്, അതായിരുന്നു മെയിനായിട്ട് രാവിലെ തന്നെ അങ്ങ് കഴുകാനിട്ടത് കേട്ടോ. അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ട് ഞാൻ താഴെ വന്നിട്ട് ഞാനങ്ങ് കുളിക്കാൻ കയറി. കുളിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പകുതി ജോലി എൻ്റെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നെ പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല, എനിക്കെല്ലാം ഒക്കെ ഒന്ന് ഒതുക്കിയും പറക്കിയൊക്കെ വെച്ചാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ താഴെ വന്നിരുന്ന് കുറേ നേരം TV ഒക്കെ കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ, സീ യു.